അരക്കപ്പ് റവയും അരക്കപ്പ് ചൊവ്വരിയും ഉണ്ടെങ്കിൽ അരമണിക്കൂർ കൊണ്ട് കിടിലൻ റവ പപ്പടം 100 എണ്ണം തയ്യാറാക്കാം. മിക്സി ജാറിൽ ചൊവ്വരിയും റവയും ചേർത്ത് പൊടിച്ച് 2 കപ്പ് വെള്ളം ചേർത്ത് അരച്ച് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കലക്കി വെക്കുക. ഗ്യാസിൽ അടികട്ടിയുള്ള പാത്രത്തിൽ 1/2 കപ്പ് വെള്ളം വെച്ച് തിളയ്ക്കുമ്പോൾ 1/2 സ്പൂൺ ഉപ്പും കലക്കി വെച്ച മാവും ചേർത്ത് ഇളക്കി കുറുക്കുക. മാവ് സെമി ലിക്വിഡ് കൺസിസ്റ്റൻസിയിലായാൽ ഗ്യാസ് ഓഫ് ചെയ്ത് 1 സ്പൂൺ ചില്ലി ഫ്ലേക്സും 1 സ്പൂൺ എള്ളും 1/2 സ്പൂൺ ജീരകവും 2 സ്പൂൺ ചെറുതായി അരിഞ്ഞ മല്ലിയിലയും ചേർത്ത് മിക്സ് ചെയ്ത് തണുക്കാൻ വെക്കുക. ലേശം ആറിയതിനു ശേഷം പ്ലാസ്റ്റിക് ഷീറ്റിൽ 1 തവി മാവ് വീതം കോരിയൊഴിക്കുക. ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ വള വെച്ച് അതിൽ മാവ് ഒഴിക്കുക. 1 ദിവസം ഉണക്കുക. ഉണങ്ങിയ പപ്പടം ഷീറ്റിൽ നിന്ന് അടർത്തി 1 ദിവസം കൂടി ഉണക്കുക. ഇനി നമ്മൾക്ക് പപ്പടം വറുത്തു കോരാം. ചൂടായ എണ്ണയിൽ ഓരോന്നായി ഇട്ട് പൊരിച്ചാൽ നല്ല ക്രിസ്പി റവ പപ്പടം തയ്യാർ. ഇത് 1 വർഷക്കാലം കേടുകൂടാതെ ഇരിക്കും. ചോറിനും കഞ്ഞിക്കും സ്നാക്സായും ഇത് ഉപയോഗിക്കാം. ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.